ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡും ബിസ്ക്കറ്റും കൊണ്ട് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് സൈഡ് പോർഷനെല്ലാം മാറ്റിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു ചെറിയ തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ 24 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പാർലിജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ക്രീമുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ബിസ്ക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഡ്രോപ്പ്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് ഇതിലേക്ക് ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിലേക്കും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് പാലൊഴിച്ച് കുഴച്ചെടുക്കണം. ബിസ്ക്കറ്റ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ബ്രെഡിൻ്റെ മിക്സ് വെച്ചതിന് ശേഷം ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് ലെയർ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ബിസ്ക്കറ്റിൻ്റെ മിക്സ് വെച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി